പെർമനന്റ് റെസിഡൻസി അഥവാ PR നേടാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കും നിലവിൽ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉള്ളവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2026 ആദ്യ 6 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാനഡ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന PR ലക്ഷ്യത്തിനനുസരിച്ചുള്ള വേഗതയിൽ അഡ്മിഷനുകൾ നടന്നിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കേഴ്സ്, IT പ്രൊഫഷണൽസ് തുടങ്ങിയവർക്ക് പ്രധാനമായ എക്കണോമിക് ഇമിഗ്രേഷൻ വിഭാഗത്തിലാണ് വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മാതാപിതാക്കളെയും പങ്കാളിയെയും മറ്റു കുടുംബാംഗങ്ങളെയും സ്പോൺസർ ചെയ്യുന്ന ഫാമിലി ക്ലാസ് വിഭാഗത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കാനഡയുടെ PR അഡ്മിഷനുകളിൽ ഈ വ്യത്യാസം ഉണ്ടായത്? ഇത് എക്സ്പ്രസ് എൻട്രി കാത്തിരിക്കുന്നവർക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. 2026 ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് കാനഡ ഈ വർഷം 3,80,000 സ്ഥിരതാമസക്കാരെ പ്രവേശിപ്പിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനു പുറമെ കാനഡയിൽ തന്നെ തുടരുന്ന ടെമ്പററി വർക്കേഴ്സ്, പ്രൊട്ടക്റ്റഡ് പേഴ്സൺസ് എന്നിവർക്കായി പ്രഖ്യാപിച്ച പ്രത്യേക ഒറ്റത്തവണ പദ്ധതികളും ഉൾപ്പെടുത്തുമ്പോൾ 2026 ആകെ ലക്ഷ്യം 4,46,000 അഡ്മിഷനുകളായിരുന്നു. എന്നാൽ ജനുവരി 1 മുതൽ ജൂൺ 30 വരെയുള്ള ആദ്യ 6 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ 1,80,100 പേർക്കാണ് കാനഡ PR നൽകിയിട്ടുള്ളത്. അതായത് വാർഷിക ലക്ഷ്യത്തിന്റെ ഏകദേശം 40.8% മാത്രമാണ് ആദ്യ പകുതിയിൽ പൂർത്തിയായത്. വർഷത്തിന്റെ പകുതി പിന്നിടുമ്പോൾ സാധാരണ വേഗതയിൽ എത്തേണ്ടതായിരുന്ന കണക്കുകളേക്കാൾ ഏകദേശം 34,200 അഡ്മിഷനുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എക്കണോമിക് ഇമിഗ്രേഷൻ വിഭാഗത്തിലെ കണക്കുകളാണ്. എക്സ്പ്രസ് എൻട്രി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് വിസ, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം തുടങ്ങിയ പ്രധാന സ്കിൽഡ് വർക്കേഴ്സ് വിഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2026 ഈ വിഭാഗങ്ങളിലൂടെ 2,39,800 PR അഡ്മിഷനുകളാണ് കാനഡ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ജൂൺ 30 വരെയുള്ള ആദ്യ 6 മാസത്തിൽ 89,200 പേർക്ക് മാത്രമാണ് ഈ വിഭാഗത്തിലൂടെ PR ലഭിച്ചത്. അതായത് ഈ സമയത്ത് വേണ്ടിയിരുന്ന വേഗതയേക്കാൾ ഏകദേശം 30,700 അഡ്മിഷനുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ബാധ്യത അനുഭവപ്പെടുന്നത് വിദേശത്തു നിന്നും അപേക്ഷിക്കുന്ന എക്സ്പ്രസ് എൻട്രി അപേക്ഷകരിലും കാനഡയ്ക്ക് ആവശ്യമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്കിൽഡ് വർക്കേഴ്സിലുമാണ്. എന്നാൽ ഫാമിലി ക്ലാസ് വിഭാഗത്തിലെ കണക്കുകൾ ഇതിൽ നിന്നും വ്യത്യാസമാണ്. കനേഡിയൻ സിറ്റിസൺസിനും പെർമനന്റ് റെസിഡൻസിനും അവരുടെ പങ്കാളികൾ, മക്കൾ, മാതാപിതാക്കൾ, മുത്തശ്ശിമാർ തുടങ്ങിയ കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന വിഭാഗമാണിത്. 2026 ഫാമിലി ക്ലാസ് വഴി 84,000 PR അഡ്മിഷനുകളാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ജൂൺ 30 വരെ 45,100 പേർക്ക് മാത്രമാണ് PR ലഭിച്ചിരിക്കുന്നത്. അതായത് നിശ്ചിത സമയത്ത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഏകദേശം 3,100 അഡ്മിഷനുകൾ കൂടുതലാണ് നടന്നത്. പ്രത്യേകിച്ച് പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാം അഥവാ PGP, സ്പോർട്സ് സ്പോൺസർഷിപ്പ് തുടങ്ങിയ വിഭാഗങ്ങളിൽ അപേക്ഷിച്ച കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസം നൽകുന്ന കണക്കുകളാണ്. കാനഡയിൽ നിലവിൽ കഴിയുന്ന ടെമ്പററി വർക്കേഴ്സിനെയും പ്രൊട്ടക്റ്റഡ് പേഴ്സൺസിനെയും സ്ഥിരതാമസത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി പ്രഖ്യാപിച്ച പ്രത്യേക പദ്ധതികളും അഡ്മിഷനുകൾ നടന്നിട്ടുണ്ട്. ഇതുവരെ ഏകദേശം 11,300 ടെമ്പററി വർക്കേഴ്സിനും 15,000 പ്രൊട്ടക്റ്റഡ് പേഴ്സൺസിനും കാനഡ PR നൽകിയിട്ടുണ്ട്. കൂടാതെ ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് കാനഡ നൽകുന്ന പ്രത്യേക മുൻഗണനയും തുടരുകയാണ്. ക്യുബക്കിന് പുറത്തായി ഫ്രഞ്ച് സംസാരിക്കാൻ കഴിവുള്ള ഏകദേശം 12,400 പേർക്ക് ഇതിനകം PR ലഭിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിനായി കാനഡ 9% എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഇതിനു പിന്നിൽ കാനഡ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്. രാജ്യത്ത് ഭവനക്ഷാമം വർദ്ധിക്കുന്നു, ഹെൽത്ത് കെയർ സംവിധാനത്തിൽ സമ്മർദ്ദം കടുക്കുന്നു, അതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കനേഡിയൻ സർക്കാർ. പ്രത്യേകിച്ച് വർക്ക് പെർമിറ്റ്, സ്റ്റുഡന്റ് വിസ തുടങ്ങിയ ടെമ്പററി സ്റ്റേറ്റസിൽ കാനഡയിൽ കഴിയുന്നവരുടെ എണ്ണം രാജ്യത്തെ മൊത്ത ജനസംഖ്യയുടെ 5% താഴെയാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് ഇമിഗ്രേഷൻ സംവിധാനത്തിൽ കൂടുതൽ കർശനമായ പരിശോധനകളും ചില വിഭാഗങ്ങളിൽ പ്രോസസ്സിംഗ് വേഗത കുറയ്ക്കുന്നതും കാണുന്നത്. അപ്പോൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉള്ളവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യമായി അവർ CRS സ്കോർ മാത്രം ആശ്രയിച്ച് കാത്തിരിക്കാതെ മറ്റു വഴികളും പരിഗണിക്കണം. അതിൽ പ്രധാനപ്പെട്ടത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNP ആണ്. നിങ്ങളുടെ ജോലി, വിദ്യാഭ്യാസം, അനുഭവം എന്നിവയ്ക്ക് അനുയോജ്യമായ പ്രൊവിൻഷ്യൽ പ്രോഗ്രാമുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് പ്രധാനമാണ്. ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ട്, സ്കിൽഡ് ട്രേഡ്സ്, IT തുടങ്ങിയ ആവശ്യക്കാർ കൂടുതലുള്ള മേഖലകളിൽ അനുഭവമുള്ളവർക്ക് കാറ്റഗറി ബേസ്ഡ് എക്സ്പ്രസ് എൻട്രി ഡ്രോകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വിഭാഗങ്ങളിൽ നിങ്ങളുടെ പ്രൊഫൈൽ അനുയോജ്യമാണെങ്കിൽ
PR നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കാം. അതുപോലെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്നതും ഒരു പ്രധാന നേട്ടമായി മാറിയിട്ടുണ്ട്. ഫ്രഞ്ച് ഭാഷയിലെ പ്രാവീണ്യത്തിന് എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതിനാൽ യോഗ്യതയുള്ള അപേക്ഷകർക്ക് ഇത് അവരുടെ PR സാധ്യത മെച്ചപ്പെടുത്താൻ സഹായിക്കും. കാനഡയിലേക്ക് PR നേടാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം PR ഉറപ്പാകില്ല. CRS സ്കോർ, ജോലി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത, ഭാഷാ പ്രാവീണ്യം, കാറ്റഗറി ബേസ്ഡ് ഡ്രോകളിലെ യോഗ്യത, പ്രൊവിൻഷ്യൽ നോമിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാണ് അടുത്ത നീക്കം തീരുമാനിക്കേണ്ടത്. കാനഡയുടെ ഇമിഗ്രേഷൻ റൂൾസ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ പുതിയ മാറ്റവും ശ്രദ്ധിക്കുകയും അതനുസരിച്ച് സ്വന്തം പ്രൊഫൈൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. 2026 ആദ്യ 6 മാസത്തെ കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു. കാനഡ PR നൽകുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിട്ടില്ല. എന്നാൽ എക്കണോമിക് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ പ്രതീക്ഷിച്ച വേഗതയിൽ അഡ്മിഷനുകൾ നടന്നിട്ടില്ല. അതേസമയം ഫാമിലി ക്ലാസ്, ചില പ്രത്യേക ടെമ്പററി റെസിഡൻസ് ടു PR പദ്ധതികൾ, ഫ്രഞ്ച് ലാംഗ്വേജ് പ്രയോറിറ്റി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ മുന്നേറ്റമാണ് കാണുന്നത്. അതിനാൽ എക്സ്പ്രസ് എൻട്രി കാത്തിരിക്കുന്ന മലയാളികൾ CRS സ്കോർ മാത്രം നോക്കി കാത്തിരിക്കാതെ PNP, കാറ്റഗറി ബേസ്ഡ് ഡ്രോസ്, ഫ്രഞ്ച് ലാംഗ്വേജ് തുടങ്ങിയ മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നത് കൂടുതൽ പ്രയോജനകരമായിരിക്കും. കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുന്ന ഓരോ മാറ്റവും കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് അപേക്ഷാ തന്ത്രം തയ്യാറാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാനഡ ഇമിഗ്രേഷൻ സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.